ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്ക് ബൾജിനെ കുറിച്ചാണ്. എന്താണ് ഡിസ്ക് ബൾജ്? നമ്മുടെ നട്ടെല്ലിന്റെ ഇടയിലുള്ള ഒരു സ്പോഞ്ചി കുഷ്യൻ പോലുള്ള സ്ട്രക്ചർ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഡിസ്ക് ബൾജ്. ഇതൊരു കോമൺ സ്പൈനൽ ഇഞ്ചുറി ആണ്. ഡിസ്കിന്റെ റെപ്പിറ്റേറ്റീവ് സ്ട്രെയിൻ, അതിലുണ്ടാവുന്ന വിയർ ആൻഡ് ടിയർ, പുവർ പോസ്ചർ, പിന്നെ ട്രോമ, ഇതൊക്കെയാണ് ഡിസ്ക് ബൾജിന്റെ കാരണങ്ങൾ. സ്പൈനിന്റെ എല്ലാ ഭാഗങ്ങളിലും ഡിസ്ക് ബൾജ് അനുഭവപ്പെടാറുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളിലും കാണപ്പെടുന്നത് ലംബാർ ഏരിയയിലാണ്. അതായത് L4, L5, S1 ഡിസ്ക് ബൾജ്. സിവിയർ പെയിൻ, വീക്ക്നെസ്, നംനെസ് ഓർ ലോസ് ഓഫ് മൂവ്മെന്റ്സ്, ഇതൊക്കെയാണ് ഡിസ്ക് ബൾജിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇനി നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ ഡിസ്ക് ബൾജിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. അതിനായി പ്രോൺ ബാക്ക് എക്സ്റ്റൻഷൻ, കാറ്റ് ആൻഡ് കൗ സ്ട്രെച്ച്, ഹാംസ്ട്രിംഗ് സ്ട്രെച്ചസ് എന്നിവ ചെയ്യാവുന്നതാണ്. കൂടാതെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതിനായി വെയിറ്റ് മാനേജ്മെന്റ് എന്നിവ ചെയ്യാവുന്നതാണ്. അതിന്റെ കൂടെ തന്നെ ഈ പെയിൻ കൂടുന്ന ഒരു ആക്ടിവിറ്റീസ്, കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക.